നാസ്തികവാദികൾക്ക് മതമുണ്ടെന്ന് മതവിശ്വാസികൾ പലപ്പോഴും പറയാറുണ്ട്. അവർ പറയുന്നത് നാസ്തികവാദികൾ ഒരു മതവിഭാഗം തന്നെയാണ്. അവർക്കും ദൈവമുണ്ട് എന്ന് വരെ ചിലർ ഉറച്ചു പറയും. അവർ പറയുന്നത് അനുസരിച്ച് ശാസ്ത്രമാണ് നാസ്തികവാദികളുടെ മതവും ദൈവവും എന്നാണ് ദൈവവിശ്വാസികൾ അവകാശപ്പെടുന്നത്. അവർക്ക് തോന്നുന്നത് നാസ്തികവാദികൾ ദൈവത്തെ ഒഴിവാക്കി ശാസ്ത്രത്തെ തന്നെയാണ് ആരാധിക്കുന്നതെന്ന്. പക്ഷേ അത് ശരിയായ ധാരണയല്ലല്ലോ. അത് ഒന്ന് യുക്തിപൂർവം നോക്കിയാൽ കാര്യം വ്യക്തമായിരിക്കും. ദൈവവിശ്വാസികൾ പറയുന്നത് ഇങ്ങനെയാണ്: ഞങ്ങൾ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്ന മതത്തിലാണ്, നിങ്ങൾ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്ന മതത്തിലാണ്. വ്യത്യാസം ഇത്ര മാത്രം എന്ന് അവർ പറയുന്നു. കേൾക്കുമ്പോൾ ശരിയാണെന്ന് തോന്നും, പക്ഷേ അതിൽ ഒരു യുക്തികുഴപ്പമുണ്ട്. ദൈവമുണ്ട് എന്ന് പറയുന്നത് ഒരു വിശ്വാസമാണ്. പക്ഷേ ദൈവത്തിന് തെളിവില്ല എന്ന് പറയുന്നത് വിശ്വാസമല്ലല്ലോ. അത് വെറും തെളിവ് ഇല്ലായ്മ കാണിക്കുന്നതാണ്. നാസ്തികവാദികൾ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നില്ല. അവർ പറയുന്നത് ഇത്ര മാത്രം: തെളിവില്ലാത്ത കാര്യം ഞാൻ വിശ്വസിക്കാനാവില്ല. അതൊരു വിശ്വാസമല്ല, അത് യുക്തിയുള്ള നിലപാടാണ്. അതുകൊണ്ട് നാസ്തികവാദം ഒരു മതമല്ല, അത് മതത്തെയും അന്ധവിശ്വാസത്തെയും ചോദ്യം ചെയ്യുന്ന ചിന്തയാണ്. യുക്തിപൂർവം നോക്കിയാൽ ദൈവം ഇല്ലെന്ന് പറയുന്നത് അന്ധവിശ്വാസത്തിന്റെ വിരുദ്ധമായ ബോധമാണ്. അതുകൊണ്ട് നാസ്തികവാദം മതമല്ല, മതത്തെ ചോദ്യം ചെയ്യുന്ന ബോധമാണ്. ഇപ്പോൾ നമുക്ക് മറ്റൊരു കാര്യം നോക്കാം. ദൈവവിശ്വാസികൾ പറയുന്ന മറ്റൊരു വാദം ഇതാണ്: അവർ എന്തിനും ദൈവത്തെ ആശ്രയിക്കുന്നതുപോലെ നാസ്തികവാദികൾ എന്തിനും ശാസ്ത്രത്തെ ആശ്രയിക്കുന്നു എന്ന്. പക്ഷേ അതൊരു തെറ്റായ ധാരണയാണ്. ഒരു കാര്യം ആശ്രയിക്കുന്നതുകൊണ്ട് മാത്രം അത് ദൈവമാകില്ലല്ലോ. ദൈവം സർവശക്തനും സർവജ്ഞനും എല്ലാം അറിയുന്നവനുമാണ് എന്ന് വിശ്വാസികൾ പറയുന്നു. പക്ഷേ ശാസ്ത്രം അങ്ങനെ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. ശാസ്ത്രം തന്നെ പറയുന്നു: എനിക്ക് എല്ലാം അറിയില്ല, ഇനിയും പഠിക്കാനുണ്ട്. അതുകൊണ്ട് ശാസ്ത്രം ദൈവമല്ല, അത് മനുഷ്യന്റെ അന്വേഷണ മനസ്സിന്റെയും യുക്തിചിന്തയുടെയും ഫലമാണ്. അപ്പോ എന്തിനാണ് നാസ്തികവാദികൾ ശാസ്ത്രത്തെ ആശ്രയിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ ലളിതമാണ്. യുക്തിപൂർവമായി അറിവ് നേടാൻ കഴിയുന്ന ഏക മാർഗം ശാസ്ത്രമാണ്. അതുകൊണ്ടാണ് അവർ ശാസ്ത്രത്തെ ആശ്രയിക്കുന്നത്. അത് ആരാധനയല്ല, യുക്തിയോടെയുള്ള ബോധമാണ്. ദൈവവിശ്വാസികൾ പറയുന്നു എല്ലാത്തിന്റെയും കാരണക്കാരൻ ദൈവമാണെന്ന്. പക്ഷേ നാസ്തികവാദികൾ പറയുന്നു എല്ലാത്തിനും ഉത്തരം അന്വേഷിക്കുന്നത് ശാസ്ത്രത്തിലൂടെയാണ് എന്ന്. ഇവ രണ്ടും കേൾക്കുമ്പോൾ ഒരുപോലെ തോന്നാം, പക്ഷേ അതിന്റെ അടിസ്ഥാനം പൂർണ്ണമായും വ്യത്യസ്തമാണ്. ദൈവം ഉണ്ട് എന്ന് പറയുന്നത് തെളിവില്ലാതെ പറയുന്ന നിഗമനമാണ്. പക്ഷേ ശാസ്ത്രം പറയുന്നത് തെളിവ് കാണിച്ചു തരുന്ന അടിസ്ഥാനത്തിലാണ്. ദൈവവിശ്വാസം വിശ്വാസത്തിന്റെ ഫലമാണ്. ശാസ്ത്രം അറിവിന്റെയും തെളിവിന്റെയും ഫലമാണ്. അതാണ് രണ്ടിന്റെയും വലിയ വ്യത്യാസം. അതുകൊണ്ട് ശാസ്ത്രം വിശ്വാസമല്ല, തെളിവ് തേടുന്ന പ്രക്രിയയാണ്. അതിനാൽ ശാസ്ത്രം ദൈവമല്ല എന്ന് നമുക്ക് വ്യക്തമായല്ലോ. നാസ്തികവാദികൾ ശാസ്ത്രത്തെ ആരാധിക്കുന്നില്ല, അവർ അതിൽ നിന്ന് തെളിവ് അന്വേഷിക്കുന്നു മാത്രം. ഇനി മറ്റൊരു വാദം കേൾക്കാം. ദൈവവിശ്വാസികൾ പലപ്പോഴും പറയും ശാസ്ത്രം വിശ്വാസികളുടേതാണ്, നാസ്തികവാദികൾക്ക് അതിൽ പങ്കില്ല. പക്ഷേ അത് ശരിയല്ലല്ലോ. ശാസ്ത്രം ആരുടേതുമല്ല, അത് മനുഷ്യരുടേതാണ്. അവർ പറയുന്ന തെളിവ് കേട്ടാൽ രസമുണ്ട്. ശാസ്ത്രജ്ഞന്മാരിൽ ഭൂരിഭാഗവും ദൈവവിശ്വാസികളാണ്. അവർ തന്നെയാണ് വലിയ കണ്ടുപിടുത്തങ്ങൾ ചെയ്തതും. അതെ, അതിൽ ചിലത് ശരിയാണ്. പക്ഷേ അതിന്റെ കാരണം അവരുടെ ദൈവവിശ്വാസമല്ലല്ലോ. ലോകത്ത് ഭൂരിഭാഗം ആളുകളും ദൈവവിശ്വാസികളാണ്. അതുകൊണ്ട് എല്ലാ മേഖലകളിലും അവർ ഭൂരിപക്ഷമായിരിക്കും. അതുപോലെ തന്നെയാണ് ശാസ്ത്രത്തിലും. പക്ഷേ അതുകൊണ്ട് നാസ്തികവാദികൾക്ക് ശാസ്ത്രത്തിൽ പങ്കില്ല എന്ന് പറയാനാവില്ല. അവരിൽ നിന്നുമാണ് നിരവധി മികച്ച സംഭാവനകൾ വന്നത്. അവരെക്കുറിച്ച് അധികം പറയപ്പെടാത്തത് അവരുടെ എണ്ണം കുറവായതിനാലാണ്. ശാസ്ത്രം ആരുടേതുമല്ല, അത് മനുഷ്യരുടേതാണ്. അത് മതത്തിന്റെ അടിമയല്ല, സത്യത്തെ തേടുന്ന മനുഷ്യബുദ്ധിയുടെ വഴിയാണ്. ചിലർ പറയും നാസ്തികവാദികൾക്ക് ശാസ്ത്രത്തിൽ അറിവില്ല, അതിനാലാണ് അവർ ദൈവത്തെ വിമർശിക്കുന്നത്. പക്ഷേ അതും തെറ്റാണ്. പലപ്പോഴും ശാസ്ത്രത്തെക്കുറിച്ച് കുറച്ച് അറിവുള്ള ദൈവവിശ്വാസികളാണ് ഇങ്ങനെ പറയുന്നത്. അവർക്കു തന്നെ ശാസ്ത്രം മനസ്സിലാകാത്തതിനാലാണ് അവർ അങ്ങനെ പറയുന്നത്. അവരുടെ അറിവില്ലായ്മ മറച്ചുവെക്കാൻ അവർ മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നു. അവർക്കാണ് അറിവില്ല എന്ന് പറഞ്ഞ് തങ്ങളാണ് ശരി എന്ന് തോന്നിക്കാൻ ശ്രമിക്കുന്നു. ദൈവവിശ്വാസികളായ ശാസ്ത്രജ്ഞന്മാർ എന്തിനാണ് ദൈവത്തിൽ വിശ്വസിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് പലപ്പോഴും വ്യക്തിപരമായ കാരണങ്ങളാണ്. ചിലർക്ക് ശാസ്ത്രം വെറും ജോലി മാത്രമാണ്. അവർ അതിനെ ജീവിതചിന്തയായി കാണുന്നില്ല. മറ്റു ചിലർക്ക് അവരുടെ മതവിശ്വാസം വിട്ട് യുക്തിപൂർവം ചിന്തിക്കാൻ ബുദ്ധിമുട്ടാണ്. ചിലർ പിന്നെ ശാസ്ത്രത്തെ തന്നെ അവരുടെ മതവിശ്വാസത്തിന് അനുസരിച്ച് വളച്ചൊടിക്കാറുമുണ്ട്. പക്ഷേ അത് ശാസ്ത്രത്തിന്റെ തെറ്റല്ലല്ലോ. അതുകൊണ്ട് ശാസ്ത്രം വിശ്വാസികളുടേതാണ് എന്ന വാദം നിലനിൽക്കുന്നില്ല. ശാസ്ത്രം ആരുടെയും മതമല്ല, അത് മനുഷ്യന്റെ സത്യാന്വേഷണത്തിന്റെ ഫലമാണ്. ശാസ്ത്രം ഒരു ദൈവമല്ലല്ലോ, അത് മനുഷ്യന്റെ ബുദ്ധിയുടെയും അന്വേഷിക്കുന്ന മനസ്സിന്റെയും ഫലമാണ്. ദൈവം തന്നതല്ല, മനുഷ്യൻ തന്നെയാണ് അത് കണ്ടുപിടിച്ചത്. ശാസ്ത്രം പറയുന്നത് സരളമാണ്. തെളിവ് കാണിച്ചു തരാൻ കഴിയുന്ന കാര്യമാത്രം നാം അംഗീകരിക്കണം. അതുകൊണ്ട് ശാസ്ത്രം യാഥാർത്ഥ്യത്തെ അന്വേഷിക്കുന്ന വഴിയാണ്, മതം പോലെ അന്ധമായി വിശ്വസിക്കുന്നതല്ല. നാസ്തികവാദികൾക്ക് ശാസ്ത്രത്തോടുള്ള ബഹുമാനം ആരാധനയല്ല, അത് സത്യത്തെ തേടിയുള്ള ബഹുമാനമാണ്, മനുഷ്യന്റെ അറിവിനോടുള്ള ആദരവാണ്. ശാസ്ത്രം ഒരിക്കലും എനിക്ക് എല്ലാം അറിയാം എന്ന് പറയുന്നില്ല. അത് എപ്പോഴും തുറന്ന മനസ്സിലാണ്. തെറ്റുകൾ തിരുത്താനും പുതുതായി പഠിക്കാനും അത് എപ്പോഴും തയ്യാറാണ്.
ഇതാണ് ശാസ്ത്രത്തിന്റെ യഥാർത്ഥ ശക്തി. മതം പറയുന്നു ഇതാണ് സത്യം, ഇതിൽ മാറ്റമില്ല. പക്ഷേ ശാസ്ത്രം പറയുന്നു ഇത് ഇപ്പോഴത്തെ അറിവാണ്, പുതിയ തെളിവ് കിട്ടിയാൽ ഞങ്ങൾ മാറ്റും. അതാണ് ശാസ്ത്രം വളരുന്നതിന്റെ രഹസ്യം. അതുകൊണ്ട് തന്നെ ശാസ്ത്രം ദൈവത്തിന്റെ സ്ഥാനത്തല്ല. അത് മനുഷ്യബുദ്ധിയുടെ വളർച്ചയുടെ പ്രതീകമാണ്. നാസ്തികവാദികൾക്ക് അത് ദൈവമല്ല, അത് മനുഷ്യന്റെ അന്വേഷണ ബുദ്ധിയോടുള്ള ബഹുമാനമാണ്. യുക്തിപൂർവം നോക്കിയാൽ നാസ്തികവാദം മതമല്ല, അത് മതത്തെയും അന്ധവിശ്വാസത്തെയും ചോദ്യം ചെയ്യുന്ന ചിന്തയാണ്. തെളിവിനെയും ബുദ്ധിയെയും അടിസ്ഥാനമാക്കിയുള്ള സമീപനമാണ് അത്. അതുകൊണ്ട് നാസ്തികവാദം മതത്തിന്റെ വിരുദ്ധമല്ല, മതത്തിൽ നിന്നും ഉയർന്ന യുക്തിയിലേക്ക് എത്തുന്ന ഒരു ചിന്തയാണ്. സുഹൃത്തുക്കളെ, ചിന്തിക്കൂ, അന്വേഷിക്കൂ, തെളിവാണ് വഴികാട്ടി. സത്യത്തെ തേടിയുള്ള യാത്ര ഒരിക്കലും അവസാനിക്കുന്നതല്ല. സത്യത്തെ തേടുന്ന ആ യാത്രയിൽ വീണ്ടും കാണാം.